നമസ്കാരം. 1988 ഇറങ്ങിയ ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാം വളരെ ത്രില്ലടിപ്പിച്ചൊരു സിനിമയാണ്. ഇന്നും സമയം കിട്ടിയാൽ എന്നെപ്പോലുള്ളവർ യൂട്യൂബിലിരുന്ന് കാണുന്ന ഒരു വളരെ വളരെ വ്യത്യസ്തമായ ഒരു മികച്ച ത്രില്ലർ കാറ്റഗറിപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. എന്തിനാണ് ഇപ്പോൾ ഓഗസ്റ്റ് എന്ന് പറയുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ റിവ്യൂ ഓഗസ്റ്റ് 1 പറ്റിയാണ്. പക്ഷെ അതിനെ ബേസ് ചെയ്ത് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓഗസ്റ്റ് 1 കണ്ടു കഴിഞ്ഞ് പിന്നെ കുറേ കൂടെയൊക്കെ സിനിമകൾ സീരിയസ് ആയിട്ടൊക്കെ കാണാൻ തുടങ്ങിയ കുറേ കൂടെയൊക്കെ പ്രായമായപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഈ സിനിമ സംഭവിച്ചു എന്നുള്ളത്. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മളിപ്പോൾ ഒരു മോഡേൺ മിസ്റ്ററീസ് കണ്ടിട്ടുണ്ട്, എല്ലാ കുറ്റാന്വേഷണ കഥകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ന ആളാണ് വാടക കൊലയാളി എന്ന് കാണിച്ച് പോലീസ് ചേസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ഐഡിയ ഐ വാസ് പ്ലസന്റ്ലി സർപ്രൈസ്ഡ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എസ് എൻ സ്വാമിയോടൊക്കെ തീർത്താൽ തീരാത്ത ബഹുമാനം തോന്നി. സിബി മലയിലിന് അതിന് മുമ്പ് സിബി മലയിൽ ചെയ്ത സിനിമകളും അതിന് ശേഷം ചെയ്ത സിനിമകളും വ്യത്യസ്തമാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളരെ അഭിമാനപുളകിതനായി ഇരിക്കുന്ന സമയത്ത് ഒരു 10 വർഷം മുമ്പ് 2015 ആണെന്ന് തോന്നുന്നു യൂട്യൂബിലല്ല വേറൊരു രീതിയിൽ ഞാനവിടെ ദ ഡേ ഓഫ് ദി ജക്കാൾ എന്ന് പറയുന്നൊരു 1973 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടു. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആ സമയത്ത്. എനിക്കറിയില്ലായിരുന്നു അതിനെപ്പറ്റി. ഇത് കണ്ടു കഴിച്ചപ്പം എല്ലാം പൊളിഞ്ഞു. മറ്റേ ഒരു ത്രില്ലും കാര്യങ്ങളും എല്ലാം പോയി. തീർച്ചയായിട്ടും ഓഗസ്റ്റ് 1 ആദ്യത്തെ ആ കുറേ രാഷ്ട്രീയ സീക്വൻസുകളുണ്ട്. സുമാറിന്റെ മുഖ്യമന്ത്രി കഥാപാത്രത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിനും ഇവരെല്ലാം കൂടെ സണ്ണയും കൊല്ലം തുളസിയും മാമുക്കോ എല്ലാം കൂടെ, അത് ഭയങ്കര രസമാണ്. അന്നും ഇന്നും അത് ഭയങ്കര രസമുള്ള സീനുകളാണ്. അത് തീർച്ചയായിട്ടും അവരുടെ സൃഷ്ടി തന്നെയാണ്. പക്ഷെ പിന്നീടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അവസാനത്തെ ഒരു 7-8 സീൻ എന്തിനാ നീട്ടി ഒരുപാട് പറയുന്നത്. അവസാനത്തെ ഒരു 7-8 സീൻ ഡേ ഓഫ് ദി ജക്കാളിലെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും 88 ഓക്കെ അന്നത്തെ ഇതിൽ മലയാളത്തിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതേപോലെ വേൾഡ് വൈഡ് നമ്മൾ കണക്റ്റഡ് അല്ല. സോ അത് വിട്ടുകളയാം. പിന്നെ തീർച്ചയായിട്ടും അതിലെ ക്യാപ്റ്റൻ രാജുവിൻ്റെ പെർഫോമൻസ് ഉഗ്രനാണ്. എനിക്ക് തോന്നുന്ന ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരുപാട് വില്ലൻ വേഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ നാഴിയിലെ സത്യരാജൻ്റെ മേളിൽ പേഴ്സണലി തോന്നുന്നത് എനിക്ക് ഈ ചിത്രത്തിലെ നിക്കോളാസ് എന്ന് പറയുന്ന ആള് തന്നെയാണ്. ആ പ്രതി തന്നെയാണ്, വാടക കൊലയാളി തന്നെയാണ്. ഇന്ന് നമ്മൾ റിവ്യൂ പറയാൻ പോകുന്നത് ദ ഡേ ഓഫ് ദി ജക്കാൾ എൻ്റെ പുതിയ വെർഷൻ ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ട്. കുറച്ച് നാളായി റിലീസായിട്ട്, നമുക്കിപ്പോഴാണ് കാണാൻ സമയം കിട്ടിയത്. എന്താ പറയുന്നത്, ആദ്യമായിട്ടാണ് ഒരു OTT-യിൽ ഒരു തിയേറ്റർ ഇമ്പാക്റ്റ് തോന്നിക്കുന്ന രീതിയിൽ ഒരു വെബ് സീരീസാണ്. അടിപൊളിയാണ് ആദ്യത്തെ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ. ജക്കാളായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്ന വാടക കൊലയാളി ഓസ്കാർ വിന്നറാണ്, മിടമിടുകനാണ്. എനിക്ക് തോന്നുന്നു ഡാനിയൽ ക്രേഗിന്റെ ജെയിംസ് ബോണ്ടുകളെക്കാൾ വളരെ മികച്ചതായി എനിക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കഥാപാത്രമാണ് തോന്നിയത്. ബെർലിൻ അല്ലെ ജർമ്മനിയിൽ മ്യൂണിക്കിൽ ഒരു പൊളിറ്റിക്കൽ റീസൺ അല്ലെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ഒരു മുതിർന്ന നേതാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇയാളെ പോലെ ഒരു സ്നൈപ്പറെ ഏൽപ്പിക്കുന്നിടത്താണ് ഇത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പുറത്തെ പൈസ തരാത്തതിന് വളരെ സെക്യൂരിറ്റി ഉള്ള അവിടെ വീണ്ടും ഇയാളെ ഏൽപ്പിച്ച ആളെ പൈസ കൊടുക്കാത്തതിന് കൊന്നിട്ടൊക്കെ പോകുന്ന പോലുള്ള സീൻസ് ഉണ്ട്. ഇതിൽ പഴയ ഡേ ഓഫ് ദി ജക്കാളിൽ നിന്ന് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതിൽ ഫാമിലിയൊക്കെ ഉണ്ട്, ഭാര്യയും മോനും ഒക്കെ ഉണ്ട്. അവരിന്ന് ഇയാളുടെ ഈ ഒരു ട്രൂ ഐഡന്റിറ്റി ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ജെനുവിൻലി അവരോട് സ്നേഹമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ തീക്ഷ്ണമായ പക്ഷെ ശരിയായ ജക്കാളാണ്. ആരെ കൊല്ലും എന്തിനും ഈ പറഞ്ഞ പോലെയുള്ള പ്രൊഫഷണലിസം ഈ കൊല്ലുന്നതിൽ അങ്ങേയറ്റം എടുത്തേക്കുന്ന കഥാപാത്രമാണ്. അതിൻ്റെ ഒരു തീക്ഷ്ണത ഒട്ടും ചോരാതെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലിയുടെ കാര്യം പറഞ്ഞു. ഈ കൊലയാളികൾ അല്ലെങ്കിൽ ഈ വില്ലൻ സ്ഥാനത്തൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ഫാമിലി കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ഇന്ത്യൻ വ്യൂവേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ നാച്ചുറലി അങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ആവും. ഏത് സൈഡ് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ചിലപ്പം വരും. അതിൽ ഇപ്പോൾ രാജാവിൻ്റെ മകൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ തീർച്ചയായിട്ടും മോഹൻലാലാണ്. മോഹൻലാൽ ഇഷ്ടം നടനാണ്. പക്ഷേ
അതിൽ അംബികയുടെയും രാജുമോൻ്റെയും ഒക്കെ ഒരു ഇമ്പാക്റ്റ് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അത് തന്നെയാണ് പക്ഷെ എന്നാൽ സ്ക്രിപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് ജസ്റ്റിഫൈഡാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെയാണ് ഇയാളൊരു വാടക കല്യാണിയാണ്. വാടക കല്യാണം ഇപ്പം ക്യാപ്റ്റൻ രാജുവിനെ വില്ലനായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടത്, അദ്ദേഹം എത്ര മികച്ച പെർഫോമൻസ് നടത്തിയെങ്കിലും. പക്ഷേ ഇതിൽ ഈ ഫാമിലിയും അല്ലെ അതിൻ്റെ സെൻറ്റിമെൻസും അല്ലെ ഭാര്യ ഇത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്ന സീക്വൻസുകളിലൂടെ പോകുമ്പം ഈ ഒരു ഓസിലേഷൻ നമുക്കുണ്ടാവും. ഇതിൻ്റെ ന്യൂനതയായിട്ട് പറയാനുള്ളത് സിനിമയായിട്ട് ആയിരുന്നു അവരിത് ചെയ്യേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഞാനത് പറയാൻ കാര്യം ഈ ഒരു 10 എപ്പിസോഡ്സോളം ഉണ്ടെന്നാണ് തോന്നുന്നത്. കുറേ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ ഗ്രിപ്പ് പോകുന്നുണ്ട്. ആദ്യത്തെ ഒരു 4 എപ്പിസോഡ് വരെ അവർക്ക് നന്നായി കാത്തു സൂക്ഷിക്കാൻ കഴിയും. പിന്നീട് അങ്ങോട്ടും പോകുമ്പോഴത്തേക്കും ഇടയ്ക്കൊക്കെ ഈ പറയുന്ന ഒരു ബാലൻസിങ് മോശമായിട്ട് വന്നു. അതുപോലെ ഇയാളെ പിടിക്കാൻ ചേസ് ചെയ്യുന്നു, ജക്കാളിനെ പിടിക്കാൻ ചേസ് ചെയ്യുന്ന M16 ഒരു പോലീസ് ഓഫീസർ, അവർ ശരിക്കും ഡെയർ ദ ജക്കാളിലെ പോലീസ് ഓഫീസറാണ്, അല്ലെങ്കിൽ നമ്മുടെ മമ്മൂട്ടി അവതരിപ്പിച്ച പെരുമാളിൻ്റെ ഒന്നും അത്രയും വന്നിട്ടില്ല. ജക്കാൾ ഇവരുടെ ഇരയല്ല എന്നൊക്കെ നമുക്ക് തോന്നും. അവരെ ഈ പറഞ്ഞ പോലെ കുറേ ഇമോഷണൽ ഇതിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വെബ് സീരീസ് ആക്കുമ്പോൾ ഉള്ള വേറൊരു പ്രോബ്ലം അതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം മൂവി ഒരു 2-2.5 മണിക്കൂറിൽ നമുക്ക് വളരെ ക്രിസ്പായിട്ട് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്തരത്തിലുള്ള വരുമ്പോഴത്തേക്കും ഇതുപോലെ ഫാമിലി വരികയും അപ്പോഴും മെയിൻ പഞ്ച് ആയിട്ടുള്ള ഒരു ത്രില്ലർ സ്വഭാവം പലയിടത്തും നഷ്ടപ്പെടുന്നതൊക്കെ OTTയുടെ ഒരു ചില സമയങ്ങളിൽ വെബ് സീരീസുകൾക്കൊരു ശാപമാണ്. അല്ല കൊള്ളാം, അതൊരു 5-6 എപ്പിസോഡായിട്ടൊക്കെ ഒന്ന് ചുരുക്കുകയാണെങ്കിൽ നല്ലതാണ്. എനിവേ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഗൺസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇഷ്ടമുള്ളവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാവുന്നതാണ്. അതല്ല പറഞ്ഞ പോലെ ഇതിനോടൊരു വലിയൊരു ത്രില്ലൊന്നുമില്ല, അല്ലെങ്കിൽ ഇത്തരം ഓഗസ്റ്റ് 1 അല്ലെങ്കിൽ ഈ മറ്റേ ഡേ ഓഫ് ദി ജക്കാളൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഒരു ഹൈ സ്റ്റാൻഡേർഡ്സിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇയാളിതിൽ സ്പെയിൻ അല്ലെങ്കിൽ മ്യൂണിക്ക് അല്ലെങ്കിൽ സ്വീഡൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എംബ്രാൻ എടുത്തവരൊക്കെ ഇതൊക്കെയാണ് കാണുന്നത്. എന്താണ് ഒരു സ്ഥലത്ത് പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അവിടെ ഒരു ചുമ്മാ പാട്ടിന് എടുക്കുന്നത് വേറെ കാര്യം, അതല്ലാതെ ഒരു ഫൈറ്റിനോ അല്ലെങ്കിൽ ഒരു ഇതിനോ അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രാജ്യത്ത് പോകുന്നത് നമ്മളൊക്കെ വീഡിയോ എടുക്കുന്ന പോലെ എടുത്ത് ഇട്ടാൽ മതി. ഈ ഒരു റിലവൻസ് അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലെ ആ രാജ്യത്ത് അത് അങ്ങനെ നടന്നാൽ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലുള്ള ഇൻ്റലിജൻസ് ആണ് മേക്കേഴ്സിന് വേണ്ടത്. ഇപ്പം ഞാൻ ഡീവിയേറ്റ് ചെയ്യാനുള്ള ഇതിൽ നിന്ന് ഇപ്പോൾ ന്യൂഡൽഹിയുടെ മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റായ ന്യൂഡൽഹിയെ പറ്റി ഡെന്നിസ് ജോസഫ് സാർ, ദ മാസ്റ്റർ റൈറ്റർ, അദ്ദേഹം പറയുന്നുണ്ട് ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞ് ബഡ്ജറ്റിൻ്റെ ഒക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അത് ഡൽഹി പോയി ഷൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് മാറ്റി. കാരണം അന്ന് ഈ ഇന്ദിരാഗാന്ധി വധമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ എന്തും സംഭവിക്കും, ഡൽഹിയിൽ എന്തും നടക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ ഡൽഹിയിലേക്ക് ആ ഒരു ജി കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തിൻ്റെ ഒരു പശ്ചാത്തലം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. കേരളത്തിൽ നടന്ന ഇതൊക്കെ ഇവിടെ നടക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ഇതൊരു വളരെ വാലിഡായിട്ടുള്ളൊരു പോയിന്റാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ സ്വീഡൻ അല്ലെങ്കിൽ മ്യൂണിക് സ്പെയിനിലൊക്കെ പുള്ളി പോകുന്നതിന് അതാത് രാഷ്ട്രീയ കാരണങ്ങളും അല്ലെ മറ്റ് അസാസിനേഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഇതുണ്ട്. അല്ലാതെ ഇറാഖിൽ പോകുന്നു, മൊറോക്കോയിൽ പോകുന്നു, അഫ്ഗാനിസ്ഥാൻ്റെ മുമ്പിൽ ചെല്ലുന്നു, എല്ലാവരെയും കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എല്ലാം നടക്കുന്നു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല.